ബജറ്റ് 2026 ബാങ്ക് നിക്ഷേപങ്ങളുടെ നികുതി ഇളവിനും ഇൻഷുറൻസ് പെൻഷൻ പരിഷ്കരണത്തിനും SBIയുടെ ശുപാർശ. 2026 കേന്ദ്ര ബജറ്റ് അവതരണത്തിന് മുന്നോടിയായി നികുതി, ഇൻഷുറൻസ്, പെൻഷൻ മേഖലകളിൽ നിർണായകമായ പരിഷ്കാരങ്ങൾ ആവശ്യപ്പെട്ട് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ഗാർഹിക സാമ്പത്തിക സമ്പാദ്യം വർദ്ധിപ്പിക്കുന്നതിനും നികുതി നടപടികൾ ലഘൂകരിക്കുന്നതിനും സാമൂഹിക സുരക്ഷ ഉറപ്പാക്കുന്നതിനും ലക്ഷ്യമിട്ടുള്ള സുപ്രധാന നിർദ്ദേശങ്ങളാണ് SBI മുന്നോട്ട് വച്ചിരിക്കുന്നത്. ബാങ്ക് നിക്ഷേപങ്ങൾക്കുള്ള നികുതി ഘടനയിൽ മാറ്റം വരുത്തണമെന്നും ദീർഘകാല, ഹ്രസ്വകാല മൂലധന നേട്ടങ്ങൾക്ക് തുല്യമായ രീതിയിൽ ബാങ്ക് നിക്ഷേപങ്ങളുടെ പലിശ വരുമാനത്തെയും പരിഗണിക്കണമെന്നുമാണ് SBIയുടെ പ്രധാന ആവശ്യം. നിലവിലെ സാമ്പത്തിക വർഷത്തിൽ ബാങ്ക് നിക്ഷേപങ്ങളുടെ വിഹിതം കുറഞ്ഞ സാഹചര്യത്തിലാണ് ബാങ്കിന്റെ ഈ നീക്കം. 2024 സാമ്പത്തിക വർഷത്തിൽ 38.7% ഗാർഹിക സമ്പാദ്യം 2025 35.2% കുറഞ്ഞിരുന്നു. നികുതി ഇളവുകൾ നൽകുന്നത് നിക്ഷേപകരെ ആകർഷിക്കാൻ സഹായിക്കുമെന്നാണ് SBI റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നത്. നികുതി ലഭിക്കുന്നതിനുള്ള സ്ഥിര നിക്ഷേപങ്ങളുടെ ലോക്ക്-ഇൻ കാലയളവ് നിലവിലെ 5 വർഷത്തിൽ നിന്ന് 3 വർഷമായി കുറയ്ക്കണമെന്നും ബാങ്ക് നിർദ്ദേശിക്കുന്നു. മ്യൂച്വൽ ഫണ്ടുകളിലെ ഇക്വിറ്റി ലിങ്ക്ഡ് സേവിംഗ്സ് സ്കീമുകൾക്ക് സമാനമായി ഇതിനെ മാറ്റുമെന്നത് കൂടുതൽ നിക്ഷേപം സമാഹരിക്കാൻ സഹായിക്കും. കൂടാതെ സേവിംഗ്സ് ബാങ്ക് നിക്ഷേപ പലിശയുടെ TDS ഒഴിവാക്കുകയോ അല്ലെങ്കിൽ ഇതിനായുള്ള പരിധി ഉയർത്തുകയോ ചെയ്യണമെന്നും SBI ആവശ്യപ്പെടുന്നു. GST വ്യവസ്ഥകളിൽ ബാങ്കിംഗ് മേഖലയ്ക്ക് അനുകൂലമായ മാറ്റങ്ങളും SBI നിർദ്ദേശിക്കുന്നുണ്ട്. ബാങ്കിംഗ് സേവനങ്ങൾക്ക് GST, TDS ബാധകമാക്കരുത് എന്നത് ഇതിൽ പ്രധാനമാണ്. റിയൽ ടൈം സെറ്റിൽമെന്റുകൾ നടക്കുന്ന ഇടപാടുകളിൽ GST, TDS ഈടാക്കുന്നത് ബാങ്കുകൾക്ക് പ്രവർത്തനപരമായ ബുദ്ധിമുട്ടുകൾ സൃഷ്ടിക്കുന്നുവെന്നും റിപ്പോർട്ട് വ്യക്തമാക്കുന്നു. ഇൻഷുറൻസ് മേഖലയിലെ തളർച്ചയും SBI ചൂണ്ടിക്കാട്ടി. 2047 എല്ലാവർക്കും ഇൻഷുറൻസ് എന്ന ലക്ഷ്യം കൈവരിക്കുന്നതിന് ലൈഫ് ഇൻഷുറൻസ് വ്യാപനം വർദ്ധിപ്പിക്കേണ്ടത് അനിവാര്യമാണ്. ആരോഗ്യ ഇൻഷുറൻസ് ക്ലെയിമുകളുമായി ബന്ധപ്പെട്ട പരാതികൾ വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ ഈ മേഖലയിലും അടിയന്തര പരിഷ്കാരങ്ങൾ ആവശ്യമാണെന്ന് ബാങ്ക് ഓർമ്മിപ്പിക്കുന്നു. പൗരന്മാർക്ക് ദീർഘകാല സാമ്പത്തിക സുരക്ഷ ഉറപ്പാക്കാൻ മിനിമം പെൻഷൻ ഗ്യാരണ്ടിയോട് കൂടിയ ശക്തമായ പെൻഷൻ സംവിധാനം വേണമെന്നും SBI നിർദ്ദേശിക്കുന്നു. ന്യൂസ് ഡെസ്ക്, കൊട്ടാരക്കര മീഡിയ.